വിഴിഞ്ഞം തുറമുഖത്ത് ബർത്ത് ചെയ്യുന്ന കപ്പലുകളുടെ എണ്ണം ഇന്ന് 1000-ലെത്തുകയാണ്. MSCയുടെ മദർഷിപ്പ് ലൂസിയാനയാണ് ചരിത്രം കുറിച്ച് ബർത്ത് ചെയ്യുന്ന 1000-ാമത്തെ കപ്പൽ. ആദ്യ കപ്പലെത്തി 2 കൊല്ലം പൂർത്തിയാകും മുമ്പെയാണ് വിഴിഞ്ഞം ഏറ്റവും പ്രധാനപ്പെട്ട ഈ നാഴികക്കല്ല് നേടിയിരിക്കുന്നത്. ചരിത്രം എഴുതുകയാണ് വിഴിഞ്ഞം ഇന്റർനാഷണൽ പോർട്ട്. ജിബിൻ JB വിഴിഞ്ഞത്ത് നിന്ന് തത്സമയം ചേരുന്നു. പറയേ ജിബിൻ, നമുക്ക് വളരെ അഭിമാനമുള്ള പോർട്ടാണത്. കാര്യം ഇത്ര കരയ്ക്കടുത്തുള്ള ഒരു പോർട്ട് അടുത്ത സ്ഥലത്തൊന്നും ഇല്ല എന്നുള്ളതും ഈ പോർട്ടിൻ്റെ പ്രാധാന്യം കൂട്ടുന്നു. പറയൂ ജിബിൻ, കൂടുതൽ വിവരങ്ങൾ. ഗുഡ് മോർണിംഗ് SK. അത് തന്നെയാണ് കാരണം. തലയെടുപ്പോടുകൂടി ചരിത്രത്തിന്റെ ഭാഗമായി നിൽക്കുകയാണ് നമ്മുടെ വിഴിഞ്ഞം തുറമുഖം. ആദ്യത്തെ കപ്പലെത്തി 2 വർഷം തികയുന്നതിന് മുമ്പാണ്, അതായത് വെറും 713 ദിവസം കൊണ്ടാണ് 1000-ാമത്തെ കപ്പൽ ഇന്ന് വിഴിഞ്ഞം തുറമുഖത്ത് നങ്കൂരം ഇടാൻ പോകുന്നത്. ഇക്കാണ് MSCയുടെ മദർഷിപ്പായിട്ടുള്ള ലൂസിയാന എന്ന് പറയുന്ന കപ്പലാണ് ഇന്ന് വൈകുന്നേരം 5 മണിയോടുകൂടി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് ബർത്ത് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ നിലവിൽ ഈ കപ്പൽ ഉൾക്കടലിലാണുള്ളത്. ദക്ഷിണേന്ത്യൻ തുറമുഖങ്ങളിൽ ഇതുവരെ എത്താത്ത തരത്തിലുള്ള വലിയ പടുകൂട്ടൻ കപ്പലുകളാണ് നമ്മുടെ വിഴിഞ്ഞത്ത് കഴിഞ്ഞ 2 വർഷക്കാലം കൊണ്ട് എത്തിയത്. അതിൽ MSCയുടെ ഐറീന എന്ന് പറയുന്ന മദർഷിപ്പ് ഉൾപ്പെടെ പടുകൂറ്റൻ കപ്പലുകൾ കഴിഞ്ഞ 2 വർഷ കാലയളവിൽ വിഴിഞ്ഞം തുറമുഖത്ത് എത്തി. അങ്ങനെ 1000-ാമത്തെ കപ്പലാണ് ഇന്ന് വൈകുന്നേരം 5 മണിയോടുകൂടി വിഴിഞ്ഞത്ത് എത്താൻ പോകുന്നത്. ചരിത്രത്തിന്റെ ഭാഗമാവുകയാണ് നമ്മുടെ വിഴിഞ്ഞം തുറമുഖം എന്ന് തന്നെ പറയാം. 2024 ജൂൺ 11-നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിഴിഞ്ഞം തുറമുഖത്തെ രാജ്യത്തിന് സമർപ്പിക്കുന്നത്. പിന്നീടുള്ള നാളുകൾ, അതായത് വെറും 713 ദിവസം കൊണ്ടാണ് ഈ ചരിത്ര നേട്ടത്തിലേക്ക് വിഴിഞ്ഞം തുറമുഖം എത്തുകയും ചെയ്യുക. എന്തായാലും ഈ 1000-ാമത്തെ കപ്പലായിട്ടുള്ള MSCയുടെ മദർഷിപ്പ് ലൂസിയാന ഇപ്പോൾ ഉൾക്കടലിലുണ്ട്. ഉൾക്കടലിൽ നങ്കൂരമിട്ടിരിക്കുകയാണ്. ഇന്ന് ഉച്ചയ്ക്ക് ഏകദേശം 2 മണിയോട് കൂടി ഈ ഉൾക്കടലിൽ നങ്കൂരമിട്ടിരിക്കുന്ന കപ്പൽ ഈ കാണുന്ന ബർത്തിലേക്ക് വരും. ഇവിടെ നമുക്ക് കാണാം ഇപ്പോൾ MSCയുടെ തന്നെ മറ്റ് ഫീഡർ കപ്പലുകൾ നിലവിലുണ്ട്. ഈ തുറമുഖത്ത് നിലവിലുള്ള കണ്ടെയ്നറുകൾ മറ്റ് തീരങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഫീഡർ കപ്പലുകൾ ഉപയോഗിക്കുന്നത്. ഈ കപ്പലുകൾ ഇവിടെ നിന്ന് മാറുന്നതിനനുസരിച്ചായിരിക്കും MSCയുടെ ലൂസിയാന എന്ന് പറയുന്ന മദർഷിപ്പ് കൂടി ഇന്ന് വൈകുന്നേരം 5 മണിയോടുകൂടി ഈ കാണുന്ന ഷിപ്പ്യാർഡിലേക്ക് എത്തുന്നത്. അത് ചരിത്രത്തിന്റെ ഭാഗമാവുകയും ചെയ്യുക. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു ചരിത്ര നേട്ടത്തിൽ തന്നെയാണ് ഇപ്പോൾ വിഴിഞ്ഞം എത്തിയിരിക്കുന്നത്. വിഴിഞ്ഞത്ത് ആദ്യം എത്തിയ കപ്പൽ നമുക്ക് ഓർക്കാം, അതായത് സാൻ ഫെർണാഡോ എന്ന് പറയുന്ന കപ്പലാണ് വിഴിഞ്ഞം തുറമുഖത്ത് ആദ്യമായി എത്തുന്നത്. അന്ന് നമ്മൾ ലൈവ് ചെയ്തതാണെന്ന്. അതായത് വിഴിഞ്ഞം തുറമുഖം എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ നാട്ടിൽ ഒരു സാധാരണഗതിയിലുള്ള ഒരു മത്സ്യബന്ധന തുറമുഖം മാത്രമായിരുന്നു. അവിടേക്കാണ് ചരിത്രത്തിൽ ഇടം പിടിച്ചുകൊണ്ട് അന്ന് സാൻ ഫെർണാഡോ എന്ന് പറയുന്ന MSCയുടെ കപ്പൽ വിഴിഞ്ഞം തുറമുഖത്തേക്ക് എത്തുകയും പിന്നീട് അങ്ങോട്ട് കഴിഞ്ഞ 713 ദിവസങ്ങൾ കൊണ്ട് 1000 കപ്പലുകൾ വിഴിഞ്ഞത്ത് എത്തി എന്നുള്ളതാണ് ചരിത്രപരമായ നേട്ടം. ഇനി നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടിയുള്ളത്, ഇപ്പോൾ ഇവിടെ നിന്ന് ഈ ചരക്ക് ഗതാഗതം കൂടി ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രാഥമികഘട്ട പണികൾ പുരോഗമിച്ചിട്ടുണ്ട്. ഇനി ഈ വിഴിഞ്ഞം നാവായിക്കുളം റിംഗ് റോഡ് കൂടി പണികൾ പൂർത്തിയായി കഴിഞ്ഞാൽ ഇതുവഴി ചരക്ക് ഗതാഗതം റോഡ് മാർഗം കൂടി ഉണ്ടാകുമെന്നുള്ള ഒരു കാര്യത്തിലാണ് സ്ഥിതി. എന്തായാലും ഇതിന്റെ ട്രയൽ റണ്ണൊക്കെ തന്നെ ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട്. വിഴിഞ്ഞം തുറമുഖത്ത് നിന്ന് ഹൈവേയിലേക്ക് ചരക്കുകൾ എത്തിക്കുന്നതിന് വേണ്ടി, പ്രത്യേകിച്ച് കണ്ടെയ്നറുകൾ ഉൾപ്പെടുന്ന ലോറികൾ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിപാടികൾ പൂർത്തിയായിട്ടുണ്ട്. നമ്മുടെ പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ നടന്നതിന്റെ തൊട്ടടുത്ത ദിവസം തന്നെ ഇതിന്റെ ട്രയൽ റണ്ണും പൂർത്തിയായതാണ്. ഇനി വരാൻ പോകുന്നത് എന്തായാലും ഇപ്പോൾ ഈ വിഴിഞ്ഞം തുറമുഖത്തിന്റെ 2ാം ഘട്ട പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ 2ാം ഘട്ടം കൂടി പൂർത്തിയായി കഴിഞ്ഞാൽ ഇപ്പോൾ 2 വർഷം കൊണ്ട് 1000 കപ്പൽ എന്നുള്ളത് നമുക്ക് 1 വർഷം കൊണ്ട് തന്നെ 1000 കപ്പലുകൾ പൂർത്തിയാക്കാം എന്നുള്ളൊരു വിശ്വാസത്തിൽ തന്നെയാണ് ഇപ്പോൾ തുറമുഖ വകുപ്പുമുള്ളത്. SK. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.